ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാവുകയാണ്. അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലിന് പിന്നാലെ ഒരു ലോകമഹായുദ്ധത്തിന്റെ ഭയത്തിലാണ് ലോകം. ഇപ്പോഴിതാ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ രൂക്ഷമായി വിമർശിച്ച് തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ രംഗത്തെത്തി. നെതന്യാഹുവിനെ ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്തായിരുന്നു ഉർദുഗാന്റെ കടന്നാക്രമണം. ഹിറ്റ്ലറുടെ പാതയ്ക്ക് സമാനമായി നാശത്തിന്റെ അതേ പാത പിന്തുടരുകയാണ് നെതന്യാഹു എന്നായിരുന്നു ഉർദുഗാന്റെ വാക്കുകൾ. ഇസ്താംബൂളിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഉർദുഗാൻ തന്റെ ഭാഷ കടുപ്പിച്ചത്. സംഘർഷത്തിൽ ഇറാന് കൂടുതൽ മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണയും ഉർദുഗാൻ അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇസ്രായേലിനെ വിമർശിക്കുമ്പോൾ ഉർദുഗാൻ വാക്കുകൾ അല്പം പോലും മയപ്പെടുത്തിയില്ല എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. പശ്ചിമേഷ്യയിലെയും ലോകത്തിന്റെയാകെയും സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി ഇസ്രായേലും നെതന്യാഹുവുമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഹിപ്പോക്രറ്റ് എന്നാണ് നെതന്യാഹുവിന് ഉർദുഗാൻ നൽകിയിരിക്കുന്ന വിശേഷണം. ഇസ്താംബൂളിൽ നടന്ന OIC മീറ്റിംഗിൽ കൂടുതൽ രാജ്യങ്ങൾ ഇറാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നും ഉർദുഗാൻ ആഹ്വാനം ചെയ്തിരുന്നു. നെതന്യാഹുവും ഹിറ്റ്ലറും ഒരേ പാതയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, നാശത്തിന്റെ പാത. വ്യവസ്ഥാപിതമായ നശീകരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിയാണ് നെതന്യാഹു. അന്താരാഷ്ട്ര മര്യാദകളൊന്നും തന്നെ പാലിക്കാതെ സംഹാരത്തിന്റെ വഴിയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. ഗാസയിലെ കാര്യം നോക്കൂ. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കാൾ പരിതാപകരമായ അവസ്ഥയിലൂടെ 20 ലക്ഷം ആളുകളാണ് അവിടെ കഴിയുന്നത്. ഒന്നുമറിയാത്ത എത്രയധികം ആളുകളെ ഗാസയിൽ ഇസ്രായേൽ സൈന്യം കൂട്ടക്കൊല ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാനം എത്താത്തതിന് പ്രധാന കാരണം ഇസ്രായേലി ഭരണകൂടം മാത്രമാണ്. സർക്കാർ കുടപിടിക്കുന്ന തീവ്രവാദത്തിലൂടെ പ്രദേശത്താകെ സമാധാനം വിലക്കുകയാണ് നെതന്യാഹുവിന്റെ സർക്കാർ. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയല്ലേ അവർ ആണവ പരിധി പരിപോഷിക്കുന്നത്. ഇനി ഇറാന്റെ കാര്യത്തിൽ സ്വയം പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശവും ആ രാഷ്ട്രത്തിനുണ്ട്. അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുകയാണ് ആ ഭരണകൂടം. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം കൊണ്ട് തന്നെ വ്യക്തമായില്ലേ ഒരു പ്രശ്നവും നയതന്ത്രപരമായി പരിഹരിക്കാൻ ഇസ്രായേലിന് താല്പര്യമില്ല എന്ന്. പശ്ചിമേഷ്യയും ലോകത്തെ തന്നെ വലിയ നാശത്തിലേക്ക് തള്ളിവിടുകയാണ് നെതന്യാഹുവിന്റെ ഉദ്ദേശം. അത് ഒരിക്കലും അനുവദിച്ചുകൂടാ. തുർക്കിയുടെ അതിർത്തികൾ രക്തകലുഷിതമാക്കാൻ സർക്കാർ സമ്മതിക്കില്ല. ഇസ്രായേലിന്റെ ഈ നരനായാട്ട് അവസാനിപ്പിക്കണം. അതിന് കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. പലസ്തീൻ മാത്രമല്ല, സിറിയയിലും ലെബനനിലും ഇറാനിലുമെല്ലാം ആ പിന്തുണ പ്രകടമാക്കണം, ഉർദുഗാൻ പറഞ്ഞു. ഉർദുഗാന് മുമ്പ് സംസാരിച്ച തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനും സമാന രീതിയിൽ ഇസ്രായേലിനെ വിമർശിച്ചിരുന്നു. ഇറാനെ ആക്രമിച്ചത് വഴി പശ്ചിമേഷ്യയെ ഒന്നാകെ ഇസ്രായേൽ നാശത്തിലേക്ക് തള്ളിയിടുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പലസ്തീനോ ഇറാനോ സിറിയയോ അല്ല, മറിച്ച് ഇസ്രായേലാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ നിയമവിരുദ്ധ ആക്രമണം നിർത്തണമെന്ന് റഷ്യയും ചൈനയും നേരത്തെ തന്നെ ആഹ്വാനം ചെയ്തിരുന്നു. ലോകത്തെ ഞെട്ടിച്ച അപ്രതീക്ഷിത നീക്കത്തിലൂടെ അമേരിക്ക ആക്രമിച്ചത് ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളാണ്. ഇന്നലെ വൈകിട്ട് പ്രഖ്യാപിച്ചതനുസരിച്ച് ഫോർദോ, ഇസ്ഫഹാൻ, നദാൻസ് എന്നീ 3 ആണവ കേന്ദ്രങ്ങളിൽ വിജയകരമായ ആക്രമണം പൂർത്തിയാക്കി എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ ആദ്യ പോസ്റ്റിൽ പറഞ്ഞത്. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ US ആക്രമിക്കുമോ എന്നത് ദിവസങ്ങളോളം നിലനിന്ന അഭ്യൂഹങ്ങളായിരുന്നു. പിന്നാലെയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ USന്റെ നേരിട്ടുള്ള ഇടപെടൽ വരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.